പാഠം 1075 അറിയാത്ത കഥകൾ. ഉത്തമ, ഞാനിന്നലെ ഫുൾ വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയില്ലല്ലോ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എന്ത് അത്യാവശ്യം എന്ന് പറഞ്ഞാലും നടക്കൂല സുകുമാര. ഞാൻ വാലില് തീ പിടിച്ച കണക്ക് ഓട്ടത്തില്ല. അല്ല, പഞ്ചായത്ത് ഓഫീസിലെ കാര്യം ഉത്തമ വിചാരിച്ചാലേ നടക്കും. നടക്കും, പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. സുകുമാര, നമുക്ക് നാളെ മറ്റന്നാളെ കാണാം. എനിക്ക് അത്യാവശ്യം നമ്മുടെ സത്യഭാമ വക്കീലിനൊന്ന് കാണണം. അതുകൊണ്ടാ. സുകുമാരൻ വയ്ക്കോ. ഓ ശരി. ഹലോ, ഉത്തമനല്ലേ? അതെ. ആ, ഞാൻ ദിവാരന. ദിവാരൻ ചേട്ടാ, ഇതൊരുമാതിരി അന്യായപ്പെട്ട പണിയായി പോയി ചേട്ടാ. ദിവാരൻ ചേട്ടാ ഒരു വാക്ക് പറയാതെ കേസ് കൊടുത്തത് എന്തായാലും ശരിയായില്ല. വാക്ക് പറഞ്ഞെന്ന് ആരാടാ പറഞ്ഞത്? എനിക്ക് കിട്ടാനുള്ള പൈസ ഉടനെ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ എത്ര പ്രാവശ്യം ഉത്തമനെ വിളിച്ചതാ. അപ്പൊ ഉത്തമൻ കുറെ മുടന്ന ന്യായങ്ങൾ പറഞ്ഞു. എനിക്ക് എന്റെ കാശ് കിട്ടണ്ടേ? സഹി എത്തപ്പോ ഞാൻ കേസ് കൊടുത്തു. അല്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഉത്തമ, കരുണാകരൻ വക്കീലിനെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിച്ച് ചുമ്മാതല്ല. ഒരാഴ്ചക്കകം പൈസ തന്നാ ഉത്തമന് കൊള്ളാം. ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവും ഞാൻ പറയണ്ടല്ലോ. ഹലോ ഹലോ ഹലോ. അപ്പൊ ദിവാരൻ ചേട്ടൻ രണ്ടും കൽപ്പിച്ചാണ്. ഇനിയിപ്പോ വക്കീല് വിചാരിച്ചാലേ എന്തേലും നടക്കും. തോന്നും. ഹലോ, അതെ സത്യഭാമയാണ്. പൗലോസ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? കേസ് വിധിയായിട്ടിപ്പോ മാസം 1 ആയി. ഇതുവരെ ഒന്ന് വിളിച്ചു പോലും ഇല്ല. സദാൻ സാറിന് എന്ന്? ശരി, ഇപ്പൊ എന്താണ് വിളിച്ചത്? അയ്യോ, സമയം തീരെ ഇല്ല ചേട്ടാ. എന്തായാലും നാളെ ഒന്ന് വിളിക്ക്. ശരി. ടൗണിൽ സ്റ്റേഷനറി കട നടത്തുന്ന പൗലോസ് ചേട്ടന് ഒരു കേസിന് കാര്യം പറയാൻ വിളിച്ചതാ. ഞാനത് വാദിക്കും. നിർത്തിയോ? അതല്ല, ഇതിന് മുന്നത്തെ കേസ് പൗലോസ് ചേട്ടൻ സദാനന്ദ സാറിനെ ഏൽപ്പിച്ചാണ്. സാറിന് അപ്പൊ സമയമില്ലാത്തോണ്ട് സാർ ആ കേസ് അപ്പൊ എന്നെ ഏൽപ്പിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ബാധിച്ച് ആ കേസ് ജയിച്ചു. പക്ഷെ അതിനുശേഷം ഇന്നേ വരെ പൗലോസ് ചേട്ടൻ ഒന്നും വിളിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറയാണ്, അന്ന് ഞാൻ സദാനന്ദ സാറെ വിളിച്ചായിരുന്നല്ലോ. എങ്ങനെയുണ്ട്? കേസ് പഠിച്ചത് ഞാൻ, കഷ്ടപ്പെട്ട് വാദിച്ച് ജയിച്ചതോ ഞാൻ, എന്നിട്ട് ഫോൺ വിളിച്ച് അഭിനന്ദിച്ചത് സദാനന്ദ സാറിനെ. എങ്ങനെയുണ്ടെന്ന് നോക്കണേ. എനിക്കത് വലിയ കാര്യം തന്നെയാ മോനട്ടാ. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്ത് കഴിയുമ്പോ അതിന്റെ പ്രയോജനം പറ്റിയ ആളുകൾ നമ്മളെ വിളിച്ചൊരു നന്ദി പറയുമെന്ന് ആരായാലും പ്രതീക്ഷിക്കൂലേ മോനട്ടാ? ഇതാ നിന്റെ കുഴപ്പം. നമ്മളൊരു ജോലി ചെയ്യുന്നു, അത് നമ്മുടെ കർമ്മമാണ്. അതിൽ നിന്ന് ലാഭമോ നന്ദിയോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഫലമിച്ഛിക്കാൻ പാടില്ല, നമ്മൾ പാടില്ല. മോഹനേട്ടൻ ഇങ്ങനെ പറഞ്ഞിരിക്കലും അത്ഭുതപ്പെടാനുള്ളൂ. കാരണം മോഹനേട്ടന്റെ സകല കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണല്ലോ. ഷർട്ടും മുണ്ടും അലക്കി തേക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും അങ്ങനെ സകല കാര്യങ്ങളും. ഞാൻ ഫലമിച്ഛിക്കാതെ കർമ്മങ്ങൾ ചെയ്താലല്ലേ മോഹനേട്ടന്റെ കാര്യങ്ങൾ നടക്കൂ എന്ന് ചുരുക്കം. മനസ്സിലായില്ല. അയ്യോ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ മോഹനേട്ടന് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മോഹനേട്ടൻ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒരു നന്ദിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ മോഹനേട്ട ഇങ്ങനെയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മോഹനേട്ട പറയും, നീ ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്ന് അല്ലേ? ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ കടപ്പാടോ നന്ദിയോ ഞാൻ എപ്പോഴെങ്കിലും ചോദിക്കാറുണ്ടോ? അയ്യോ, എനിക്ക് വേണ്ടി ചെയ്ത ആ മഹാകാര്യം എന്താന്ന് കൂടെ ഒന്ന് പറഞ്ഞതാ മോഹനേട്ട. ഞാനൊന്ന് കേക്കട്ടെ. കൊതികൊണ്ടാ. ഞാൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് വില്ലേജ് ഓഫീസിൽ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കുന്നത് എന്തിനാണ്? എന്തിനാ? നിനക്ക് ഒരു പ്രയാസവുമില്ലാതെ സുഖമായി സന്തോഷമായി ജീവിക്കാൻ വേണ്ടി. അതെന്താ നീ ഓർക്കാത്തത്? എനിക്ക് ജീവിക്കാൻ മോഹനേട്ടന്റെ സഹായം ആവശ്യമില്ല. എനിക്കൊരു തൊഴിലുണ്ട്, മാന്യമായിട്ടുള്ള വരുമാനമുണ്ട്. മോഹനേട്ടന് 1 രൂപ പോലും ഇല്ലാതെ ആഘോഷമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നുക.
നമ്മൾ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുക. മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കണമെന്നോ കടപ്പാട് കാണിക്കണമെന്നോ എന്നും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. മോഹനേട്ടൻ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതുക. അതിന്റെ ഒരു നന്ദിയും അയാൾ തിരിച്ച് കാണിക്കുന്നില്ലെങ്കിൽ മോഹനേട്ടൻ എന്ത് തോന്നും? എന്റെ മോഹനേട്ട, എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൽ അംഗീകാരത്തിനുള്ള ഒരു ആഗ്രഹമുണ്ട്. വില്ലേപ്പസിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. മോഹനേട്ടൻ ഒരാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അത് മോഹനേട്ടന്റെ ജോലിയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടുന്നയാൾക്ക് മോഹനേട്ടോട് നന്ദി പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അയാൾ നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ട അത് സന്തോഷാവില്ലേ? ഇല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ബാധിച്ചൊരു കേസ് ജയിക്കുമ്പോ ആ കേസ് ജയിച്ച കക്ഷി എന്നോടൊരു നല്ല വാക്ക് പറയണ്ട മോനേട്ടാ. അതൊക്കെയല്ലേ എന്റെ ഒരു സന്തോഷം. ഉത്തമനാണ്, ഏതെങ്കിലും കേസുമായി വന്നതാവും. ഇങ്ങനെ ഓരോരോ കേസ് പിടിച്ചു തരാൻ ആ ഉത്തമനുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ വലിയ വക്കീലായിട്ട് ഞെളിഞ്ഞ് നടക്കുന്നത്. അതിന്റെ ഒരു നന്ദി നീ പോയി ഉത്തമനോട് കാണിക്കേ. ഞാൻ അങ്ങനെ പറയാറുണ്ട്. സംശയമുണ്ട്, ഉത്തമനോട് ചോദിച്ചു നോക്ക്. നമസ്കാരം വക്കീലെ. നമസ്കാരം. ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എനിക്ക് മനസ്സിലായല്ലോ, എന്തെങ്കിലും ഒരു കേസിന്റെ കാര്യത്തിനായിരിക്കും. ആ കാര്യം പറയുന്നതിന് മുന്നേ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. എന്താണ് വക്കീലെ? അതായത് ഇതിനു മുന്നേ ഉത്തമൻ എനിക്ക് ഒരുപാട് കേസുകൾ പിടിച്ചു തന്നിട്ടില്ലേ? നമസ്കാരം. അന്നല്ല ഞാൻ തിരിച്ചെന്താണ് ചെയ്തിട്ടുള്ളത്? അല്ല, അതിപ്പോ കൊള്ളാന്നുള്ള കേസുകൾ ഫീസ് തരുമ്പോ എനിക്കും കമ്മീഷൻ തന്നിട്ടുണ്ട്. അത് മാത്രമല്ലല്ലോ ഉത്തമ, ചെയ്തെന്ന ഉപകാരത്തിന് ഞാൻ നന്ദി പറഞ്ഞിട്ടില്ലേ? പിന്നെ അതെന്ത് ചോദ്യമാണ്? വക്കീൽ നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാര് ചെയ്യുന്നത് എന്ന് ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഉത്തമൻ എന്തിനാ വന്നെന്ന് പറ. എന്റെ വക്കീലെ, അതൊരു വലിയ കഥയാണ്. എന്താണ്? ആ ബ്ലേഡ് കമ്പനി നടത്തുന്ന ദിവാര ചേട്ടന്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ ഒരു കൊല്ലം മുമ്പ് ഞാൻ വാങ്ങിയിരുന്നു. എന്റെ ഒരു ചെക്ക് മുദ്രപത്രം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. എല്ലാ മാസവും പലിശ കൃത്യമായിട്ട് കൊടുക്കുന്നതുമാണ്. ഇടയ്ക്കിടയ്ക്ക് മുതലിലേക്ക് വരവ് വയ്ക്കാൻ 5,000-ഉം 10,000 രൂപയായിട്ട് കൊടുക്കും. ഒരു 3 മാസം മുമ്പ് എന്റെ കണക്കിന് ഇടപാടൊക്കെ തീർന്നതാണ്. ഇപ്പൊ ദിവാരൻ ചേട്ടൻ പറയുന്നത് ഇനി 35,000 രൂപ കൊടുക്കണമെന്ന്. അത് നടക്കില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? എങ്ങനെ പറയും വക്കീലേ? വാങ്ങിയതിനും കൊടുത്തതിനും ഒരു രേഖയും ഇല്ല. പക്ഷെ ഞാൻ ഒപ്പിട്ട ചെക്ക് മുദ്രപത്രവും ദിവാരൻ ചേട്ടന്റെ കയ്യിലുണ്ട്. ആ ചെക്കിൽ 50,000 രൂപ എഴുതി ബാങ്കിൽ കൊടുത്ത് പൈസ ഇല്ലാതെ വന്നപ്പോ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വക്കീല് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇനിയിപ്പോ എന്ത് വക്കീലേ ചെയ്യാൻ പറ്റണേ? ഇതിലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉത്തമ. ആ ചെക്കും പ്രോമിസറി നോട്ടും വെച്ച് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും. അയ്യോ വക്കീൽ അങ്ങനെയൊന്നും പറയില്ലേ. എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചേ പറ്റൂ. നമുക്ക് കേസ് വാദിക്കാം, പക്ഷേ ജയിക്കാൻ ഒരു സാധ്യതയില്ല ഉത്തമ. അങ്ങോട്ട് കാശ് കൊടുത്തതിന്റെ രസീത് വല്ലതും വാങ്ങിച്ചെടുത്തെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഈ ദിവാരഞ്ഞിട്ടോട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ? നടക്കൂല വക്കീലേ. അയാളുടെ സ്വഭാവം വക്കീലിന് അറിയാലോ. കാശ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. ഒരാഴ്ചക്കുള്ളിൽ പൈസ കൊടുത്തില്ലെങ്കിൽ കോടതിയിൽ വെച്ച് കാണാന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. തൽക്കാലം ഉത്തമൻ ചെല്ലേ, എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ വക്കീലെ, പൈസ കൊടുക്കാൻ പറഞ്ഞ എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. വേറെ എന്തെങ്കിലും വഴിയിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാലേ പറ്റൂ. ഞാനൊന്ന് നോക്കട്ടെ. ഉത്തമൻ ചെല്ലേ. ശരി ശരി. ഇതാണ് ഞാൻ പറയുന്നത്, കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങരുത് എന്ന്. ഇപ്പൊ മനസ്സിലായോ അതിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന്? എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളല്ലോ ഉത്തമൻ. അപ്പൊ ഉത്തമൻ നീ സഹായിക്കണം. തിരിച്ച് സഹായിക്കാനുള്ള ഉത്തരവാദിത്വവും നിനക്കുണ്ട്. ചുണയുണ്ടെങ്കിൽ ഈ കേസ് വാദിച്ച് ഉത്തമനെ രക്ഷിക്കുക. അല്ല, ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അത് കൊള്ളാലോ. അത്ര വലിയ വർത്താനം പറയേണ്ട കാര്യമൊന്നുമില്ല മോനട്ടാ. ഉത്തമൻ എന്നെ മാത്രമല്ലല്ലോ, മോഹനേട്ടൻ ഒരുപാട് സഹായിച്ചിട്ടില്ലേ? മോഹനേട്ടൻ എന്ത് കാര്യം പറഞ്ഞാലും ഉത്തമൻ അപ്പൊ തന്നെ അത് നടത്തി തരാറുണ്ട്. അപ്പൊ മോഹനേട്ടൻ തിരിച്ചു സഹായിക്ക്. ഈ കാര്യത്തിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്താണ്? കേസും കോടതിയായിട്ട് എനിക്ക് വല്ല ബന്ധമുണ്ടോ? ഞാനൊരു പാവമില്ലേ? കേസും കോടതിയും ഒന്നും വേണ്ട. എന്തായാലും ഉത്തമപ്പെട്ടു. ഒരാഴ്ചക്കുള്ളിൽ പൈസ കൊടുത്തില്ലെങ്കിൽ കേസാവും. കേസ് കോടതി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജയിലിൽ പോകണം, അല്ലെങ്കിൽ കോടതി ചെലവും പലിശ എല്ലാം കൂടെ ചേർത്ത് പൈസ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? മോഹനേട്ടന് ഇഷ്ടമല്ല കാശിരിക്കുന്നുണ്ടല്ലോ. അതിൽ നിന്നൊരു 35,000 രൂപ ഉത്തമന് കടമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉത്തമൻ ആ പൈസ ദിവാകരനേട്ടൻ കൊടുത്ത് കടവെല്ലാം അങ്ങ് തീർക്കും. എന്താ മോഹനേട്ടൻ ഉത്തമൻ ഇതുവരെ ചെയ്തെന്ന സഹായങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നിസ്സാരമാണ് മോനേട്ടാ. 3-4 മാസം കൊണ്ട് ഉത്തമൻ അത് തിരിച്ചു തരികയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരും ചോദിക്കുമ്പോ വാരിക്കോരി കൊടുക്കാൻ എന്റെ പൈസ ഒന്നുമില്ല.
എന്നോട് ചോദിച്ചിട്ടാണോ പുതുവൻ ദിവാരചേട്ടൻ കാശ് വാങ്ങിയത്? പ്രഹ്ലാദൻ ചേട്ടൻ പണ്ടേ ഇങ്ങനെയാ. അതിലെ എനിക്ക് ചേട്ടനോട് അത്രയ്ക്ക് സ്നേഹം. സാധാരണ ആണുങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല. എല്ലാം അവരുടെ മിടുക്കാണെന്ന് പറഞ്ഞു നടക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്താലും നമ്മുടെ മുമ്പിൽ അതൊന്നും സമ്മതിച്ചു തരൂല. ആ, ഒരു കുടുംബാവുമ്പോ അങ്ങനെയല്ലേ വേണ്ടത്. ഒരാളെ മാത്രം ആളുകൾ ബഹുമാനിച്ചാ പോരല്ലോ. കാഞ്ചന സാർ ആ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ മറ്റൊരാൾ അംഗീകരിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇതിപ്പോ പ്രഹ്ലാദൻ സാറിന്റെ ഔദാര്യത്തിലാ കാഞ്ചന സാർ ആളാകുന്നത്. അതിനെന്താ കുഴപ്പം? പ്രഹ്ലാദൻ ചേട്ടൻ അന്യനൊന്നും അല്ലല്ലോ, എന്റെ ഭർത്താവല്ലേ. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് അങ്ങനെ ചെയ്തു എന്ന് വെച്ച് എന്താ കുഴപ്പം? നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് വലിയ ചർച്ച? ഒന്നുമില്ല സാർ. എന്തോ ഉണ്ടല്ലോ. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എന്തോ ചെയ്യണമെന്നൊക്കെ കാഞ്ചന പറയുന്നത് കേട്ടല്ലോ. അത് അങ്ങനെയൊന്നും ഇല്ല സാർ. ഞാൻ പറയാം സാർ. പ്രഹ്ലാദൻ സാറിന്റെ ഏതോ ഒരു ബന്ധു ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. വന്ന ആൾക്ക് മീൻകറി വലിയ ഇഷ്ടാ. കാഞ്ചന സാറിനാണെങ്കിൽ മീൻകറി വെക്കാൻ ശരിക്കും അറിയില്ല. അതുകൊണ്ട് പ്രഹ്ലാദൻ സാർ ഇന്നലെ മീൻകറി വെച്ചു. വന്നയാൾക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമായി. പോകാൻ നേരത്ത് കറി അസലായിട്ടുണ്ടെന്ന് അയാള് പറഞ്ഞപ്പോ പ്രഹ്ലാദ സാറ് പറഞ്ഞു അത് കാഞ്ചന സാറ് വെച്ച കറിയാണെന്ന്. അങ്ങനെ വിരുന്ന് വന്ന ആളുടെ മുന്നിൽ കാഞ്ചന സാറ് വലിയ പുള്ളിയായി. അതിന്റെ വിശേഷം പറയായിരുന്നു കാഞ്ചന സാറ്. നമുക്ക് നല്ല പേര് കിട്ടണമെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാ എന്റെ അഭിപ്രായം. അല്ലാതെ വല്ലവരും ചെയ്തതിന്റെ ക്രെഡിറ്റ് നമ്മൾ അടിച്ചെടുക്കുന്നത് ശരിയല്ല. വെറുതെ ഒന്നും അല്ലല്ലോ. എന്റെ ഭർത്താവ് ചെയ്ത കാര്യത്തിന്റെ ക്രെഡിറ്റ് ഭർത്താവായിട്ട് എനിക്ക് തന്നതല്ലേ. അതെ, സ്നേഹമുള്ള ഭർത്താക്കന്മാര് അങ്ങനെ. പറയാനാണോ രാവിലെ ഇങ്ങോട്ട് വരുന്നത്? കുടുംബാരോഗ്യം മതി, ഇനി ജോലിയെ നോക്ക്. മോഹനേഷ് സാറിന് ഇതൊന്നും ഇഷ്ടപ്പെടൂല. എങ്ങനെ ഇഷ്ടപ്പെടാനാ? സ്വന്തം കാര്യം സിന്ദാബാന്നും പറഞ്ഞോണ്ട് നടക്കുകയല്ലേ സാറിന്റെ നയം. ആ നമ്പർ കിട്ടിയായിരുന്നോ? നമസ്കാരം കാഞ്ചന മേഡം. നമസ്കാരം. നമസ്കാരം പ്രഭ മേഡം. ഇതാരാ ദിവാരൻ ചേട്ടനോ? എന്തൊക്കെയാണ് ദിവാരൻ ചേട്ടാ വിശേഷങ്ങള്? കൃഷി ഓഫീസിന്റെ അടുത്തുള്ള 60 സെന്റ് സ്ഥലം ദിവാരൻ ചേട്ടൻ വാങ്ങിച്ച കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ദിവാരൻ ചേട്ടന്റെ എന്തിന്റെ കുറവാ? 60 സെന്റോ 600 സെന്റോ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടല്ലോ. വാസ്തവ. ദിവാകരൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിക്കാനേ ആൾക്കാർ ക്യൂ നിൽക്കുകയല്ലേ. പിന്നെ ദിവാകരൻ ചേട്ടന് എന്താ പാടില്ലാത്തത്? എന്റെ പൊന്ന് കാഞ്ചന സാറേ, നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. പ്രഭു സാറേ, ഇത് പോക്കുവരവിനുള്ള അപേക്ഷയാ. ആധാരവും മുന്നാധാരവും ഒക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് പോക്കുവരവ് നടന്നു കിട്ടിയ എനിക്ക് ആ സ്ഥലത്തിന് കെട്ടിടത്തിന്റെ പണി തുടങ്ങായിരുന്നു. 12 കടമുറി പണിയാനാ പരിപാടി. ഓഹോ, അപ്പൊ അതിന്റെ വാടകയും കിട്ടും. ഭഗവാനെ, എനിക്കൊക്കെ ദിവാരൻ ചേട്ടനെ പോലെ ജീവിക്കാൻ പറ്റണത് എപ്പോഴാണോ? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ഈ പോക്കുവരവിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാനും ദിവാകരൻ ചേട്ടൻ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്തായാലും ദിവാകരൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നല്ലോ. ദിവാകരൻ ചേട്ടൻ ഒന്നും കേട്ടു, ഒരു രഹസ്യമുണ്ട്. ശിശുപാലൻ ചേട്ടാ, ദിവാകരൻ ചേട്ടനും മോഹനേഷ് സാറും തമ്മിൽ എന്താ ഒരു രഹസ്യം? അപ്പോ ദിവാകരൻ ചേട്ടൻ വന്നെന്തിനാ പറഞ്ഞേ? വസ്തു പോക്കുവരവ് ചെയ്യാൻ. വസ്തു പോക്കുവരാനായിട്ട്. ഞാന് പെട്ടെന്ന് മറന്നുപോയി. അല്ല ദിവാകരൻ ചേട്ടാ, ഈ പോക്കുവരവിന്റെ രീതികളെ പറ്റിയൊക്കെ ദിവാകരൻ ചേട്ടൻ അറിയാലോ അല്ലേ? ദിവാകരൻ ചേട്ടൻ അപേക്ഷ തരുന്നു, ഞാൻ ആ അപേക്ഷ പരിശോധിക്കുന്നു. എല്ലാം ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമാകുകയാണെങ്കിൽ മാത്രം ഞാനത് താലൂക്ക് ഓഫീസിലേക്ക് അയക്കും. എല്ലാം ശരിയാണ് സാർ എന്ന് ദിവാകരൻ ചേട്ടൻ പറയുന്നല്ലേ?
ഒരാധാരം എടുത്തു വെച്ച് അതിലൊരു 10 ശരികേട് കണ്ടുപിടിക്കാൻ ഏത് വില്ലേജ് ഓഫീസർക്കും പറ്റും. നിസ്സാരമായ ഒരു കുറവ് കണ്ടുപിടിച്ചാൽ അതിന്റെ പേരിൽ പോക്കുവരവ് നടത്താതിരിക്കാനുള്ള അധികാരവും വില്ലേജ് ഓഫീസർക്കും. അങ്ങനെ വില്ലേജ് ഓഫീസർ പോക്കുവരവ് നടത്തിത്തരാതിരുന്നാൽ കരമടയ്ക്കാൻ പറ്റില്ല. കരമടയ്ക്കാതിരുന്നാൽ ആ ഭൂമിയിൽ ഒരു ചുക്കും ചെയ്യാൻ ദിവാകരൻ ചേട്ടന് പറ്റുകയുമില്ല. സ്വയംപ്രഭയോട് പറഞ്ഞ പോലെ കെട്ടിടം പണിയാനോ വാടകയ്ക്ക് കൊടുക്കാനോ ഒന്നും പറ്റില്ല. സാറെന്തിനാ ഇതൊക്കെ പറയുന്നേ? സാറ് പോക്കുവരവ് ഇത് തരുമല്ലോ. ഇല്ല, ദിവാകരൻ ചേട്ടന്റെ വസ്തു പോക്കുവരവ് ചെയ്യണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എപ്പോ? ഇപ്പോ. ഇനിയിപ്പോ ദിവാകരൻ ചേട്ടന്റെ മുന്നിൽ ഒരൊറ്റ വഴിയും കോടതിയിൽ പോകും. ഇങ്ങനെ ഒരു കേസുമായി കോടതിയിൽ പോകാൻ വിധിയാകാൻ കുറഞ്ഞതൊരു 4 കൊല്ലങ്ങൾ എടുക്കും. അത് കഴിഞ്ഞ് കെട്ടിടം പണി തുടങ്ങിയാൽ മതിയെങ്കിൽ മതി. സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സാറ് വലിയ സത്യസന്ധനല്ലേ? അതാണല്ലോ പ്രശ്നം. സത്യസന്ധത വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളിൽ മാത്രമല്ല സകല കാര്യങ്ങളിലും വേണമെന്ന് നിർബന്ധമുള്ള ആളാണ് കെ മോഹനകൃഷ്ണൻ. അല്ല, മനസ്സിലായില്ല. ഉത്തമൻ ദിവാകരൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ പലിശ സഹിതം തിരിച്ചു തന്നിട്ടും മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഇനിയും 35,000 രൂപ വേണമെന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചത് സത്യത്തിന് നിരക്കുന്ന വേലയാണോ ദിവാകരൻ ചേട്ടാ? അല്ല, അതിപ്പം സാറെന്തിനാ അറിയണേ? ഒരു വില്ലേജ് ഓഫീസർ ആവുമ്പോൾ എല്ലാം അറിയണല്ലോ. സാറേ, ഞാൻ ഉത്തമന്റെ കാര്യത്തിൽ ദിവാകരൻ ചേട്ടൻ കാണിച്ചത് ശുദ്ധ തോന്നിവാസമാണ്. അതിനൊരു പരിഹാരം കാണാതെ ദിവാകരൻ ചേട്ടന്റെ പോക്കുവരവ് നടക്കില്ല എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. സാറേ, ഇത് അന്യായമാണ്. ഞാൻ തഹസിൽദാർക്ക് പരാതി കൊടുക്കും. തഹസിൽദാർക്കല്ല, റവന്യൂ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും ഒരു കാര്യമില്ല. അവർക്കൊക്കെ കെ മോഹനകൃഷ്ണൻ നന്നായിട്ട് അറിയാം. ഉത്തമന് വക്കീലിനോട് സഹിപ്പിച്ചത് കരുണാകരൻ വക്കീലിനെ കൊണ്ടല്ലേ? നേരെ പോയി കരുണാകരൻ വക്കീലിനെ കണ്ട് ഈ കേസ് ഉടങ്ങേൽപ്പിക്കും. ഇപ്പോഴേ കേസ് കൊടുത്താൽ ഒരു 4-5 കൊല്ലം കൊണ്ട് കേസിന്റെ ഒരു തീരുമാനമാവും. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ആരില്ലേ? വക്കീലേ, എന്താ ഉത്തമ? കൊള്ളാം. എന്താണെന്നോ? ഓ, സംഭവം അറിഞ്ഞപ്പോ തന്നെ വക്കീൽ ഒന്നൊന്ന് കാണുമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പറന്ന് വരികയായിരുന്നു. എന്താ ഉത്തമ കാര്യം? ഉത്തമ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പൈസ കിട്ടിയോ? വക്കീൽ ഒരു മാതിരി ആളെ കളിയാക്കല്ലേ? എന്താണ്? എല്ലാം വക്കീൽ അറിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാലോ. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു വക്കീലേ. വക്കീലോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ഉത്തമ കാര്യം എന്താ വെച്ചാ പറ. അത് കൊള്ളാം. വക്കീലായിട്ടൊരു കാര്യം ചെയ്തിട്ട് ഇനി ഞാൻ തന്നെ അത് വക്കീലിനോട് പറയണോ? കുറച്ചു മുമ്പ് ദിവാകരൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ കരുതി പിന്നെ എന്നെ വിരട്ടാനായിരിക്കുമെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴേ കാര്യം മനസ്സിലായത്. എന്താണ്? എന്നെ കണ്ടപാടെ ദിവാകരൻ ചേട്ടൻ ഓടി വന്ന് കെട്ടി ഒരു പിടുത്തം. എന്നിട്ട് എന്റെ അടുത്ത് പറയുകയാണ്, ഉത്തമ നമ്മൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയം ഉണ്ടടാ, എന്നിട്ടാണോ ഈ നിസ്സാര പൈസയുടെ പേരിൽ ഞാനും ഉത്തമനും തമ്മിൽ പിണങ്ങുന്നത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ലല്ലോ ദിവാകരൻ ചേട്ടനല്ലോ പിണങ്ങിയത്. അപ്പൊ ദിവാകരൻ ചേട്ടൻ എന്റെ അടുത്ത് പറയുക, നമ്മൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല, ഞാൻ ആ കേസ് പിൻവലിക്കാൻ പോവുകയാണ്, ബാക്കി തരാനുള്ള 35,000 രൂപ തരണ്ടാന്ന്. ബാക്കി തരാനുള്ള 35,000 രൂപ ഉത്തമൻ തരണ്ടാന്ന്. ആദ്യം ഞാൻ കരുതി ദിവാകരൻ ചേട്ടൻ തമാശ പറയായിരിക്കുമെന്ന്. പിന്നെ പറഞ്ഞു വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. വക്കീൽ ഒരാള് കാരണമാണ് ദിവാകരൻ ചേട്ടന്റെ മനസ്സ് മാറിയത്. ഞാൻ കാരണം? ദിവാകരൻ ചേട്ടൻ പറയുകയാണ്, സത്യഭാമ വക്കീലല്ലേ ഉത്തമന്റെ വക്കീല്, സത്യഭാമ വക്കീലിനോട് മത്സരിക്കാനൊന്നും കരുണാകരൻ വക്കീല് വളർന്നിട്ടില്ല, കേസ് നടത്തിയാൽ തോക്കുന്നുള്ള കാര്യം ഉറപ്പാ, അതുകൊണ്ടാണ് ഞാൻ കേസ് പിൻവലിക്കുന്നത് എന്ന്. എന്റെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത്. എന്നാലും വക്കീൽ ഇത്രയും വലിയ വക്കീലാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടാ. പക്ഷേ എനിക്കിപ്പോ കാര്യം മനസ്സിലായിട്ടില്ല. അപ്പൊ കരുണാകരൻ വക്കീലിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ കരുതി കരുണാകരൻ വക്കീല് പറഞ്ഞ് വക്കീലെല്ലാം അറിഞ്ഞു കാണുമെന്ന്. അല്ല, കരുണാകരൻ വക്കീൽ എങ്ങനെ പറയും? അയാൾക്ക് ആകെ ചമ്മലായി കാണുമല്ലോ. വക്കീലിനെ പേടിച്ചല്ലേ കരുണാകരൻ വക്കീലിന്റെ കക്ഷി കേസ് വേണ്ടാന്ന് വെച്ചത്. അത് കരുണാകരൻ വക്കീലിനൊരു നാണക്കേടാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ പറയും? ഇനി എനിക്ക് ധൈര്യമായിട്ട് നാട്ടുകാരോട് പറയാം, ഒരു കേസുണ്ടെങ്കിൽ സത്യഭാമ വക്കീലിനെ ഏൽപ്പിച്ചാ മതി, സത്യഭാമ വക്കീലിനോട് മുട്ടാൻ പറ്റിയ ഒരു വക്കീൽ ഈ നാട്ടിലില്ല എന്ന്.
എന്നാ പിന്നെ ഞാൻ വരട്ടെ വക്കീലെ. ശരി. സത്യം പറഞ്ഞ വക്കീലിന്റെ പരിചയമുള്ളത് എന്റെ ഭാഗ്യമാ. ആ ശരി ശരി ശരി. ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതിയേ. കരുണാകരൻ വക്കീൽ അങ്ങനെ പേടിച്ചൊഴിവാകൂ? അതെന്തായാലും മോഹനേട്ട രാവിലെ മോനേട്ടൻ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ വലിയ സാമർഥ്യമൊന്നും ഇല്ലാത്തൊരു വക്കീലാണ് എന്ന് അല്ലെ? ഒരു കാര്യം മോനോട്ട് അറിയാമോ? എനിക്കെതിരെ വാദിക്കാൻ വരുന്ന വക്കീലന്മാര് പോലും എന്നോട് ഭയങ്കര ബഹുമാനമാണ്. ഞാനാണ് എതിർഭാഗം വക്കീലെങ്കിൽ കേസ് വാദിച്ചിട്ട് കാര്യമില്ല എന്ന് അവര് പറയുന്ന അവസ്ഥയായി. അതേത് വക്കീലെങ്കിലും ആട്ടെ, ഉത്തമന് കൊടുക്കാനുണ്ടായിരുന്ന പൈസ വേണ്ടെന്ന് ദിവാകരൻ ചേട്ടൻ പറഞ്ഞു. ദിവാകരൻ ചേട്ടൻ പൈസ വേണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എതിരെ വാദിക്കുന്നത് ഞാനാണെന്നറിഞ്ഞ് പേടിച്ചിട്ട്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അല്ല, ഉത്തമന്റെ പൈസ എനിക്ക് വേണ്ട. പറഞ്ഞു വരുമ്പോ തരാനുള്ള പൈസ മുഴുവൻ തന്നിട്ടുണ്ട്. പക്ഷേ പലിശയുടെ ബിസിനസ് ആകുമ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ വേണ്ടി വരും. അത് ശരിയല്ലല്ലോ ദിവാകരൻ ചേട്ടാ. ആ, ശരിയല്ലെന്ന് മനസ്സിലായി. ഉത്തമനെതിരെയുള്ള കേസ് ഇന്ന് എന്നെ പിൻവലിച്ചേക്കാം. സത്യം സാറേ, ഉത്തമന്റെ ചെക്കും എഗ്രിമെന്റ് ഇന്ന് എന്നെ തിരിച്ചു കൊടുത്തേക്കാം. സാറേ, എന്റെ പോക്കുവരവിന്റെ കാര്യം ആദ്യം ഞാൻ പറഞ്ഞു നടക്കട്ടെ, അത് കഴിഞ്ഞ് പോക്കുവരവ്. മതി സാറേ. ആ പിന്നെ ദിവാകരൻ ചേട്ടൻ ഇപ്പൊ ഈ കേസ് പിൻവലിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് ആരോടും പറയണ്ട. കരുണാകരൻ വക്കീൽ പറഞ്ഞങ്ങ് പറഞ്ഞാൽ മതി. അല്ല, ഉത്തമന്റെ വക്കീല് അഡ്വക്കേറ്റ് സത്യഭാമയാണല്ലോ. സത്യഭാമ ജയിക്കും എന്ന് പേടിച്ച് കരുണാകരൻ വക്കീൽ ഒഴിഞ്ഞു മാറി എന്നങ്ങ് പറഞ്ഞാൽ മതി. വേറൊന്നും കൊണ്ടല്ല, ഞാനിതിലിടപെട്ടെന്ന് പറഞ്ഞാ പലരും സഹായം ചോദിച്ചു വരും. ഓ ശരി സാറേ. അതെ, ഒന്നുമില്ല. ഞാൻ ഇത്രയും മിടിക്കായ ഒരു വക്കീലാണെന്ന് മോഹനേട്ടൻ കരുതിയില്ലല്ലേ? ഇല്ല. മോഹനേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ഞാൻ ഒരു ഭയങ്കര സംഭവമാണ്. ഒരു ചായ കിട്ടോ? ചായ? എന്നാലും എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറയല്ലേ. എന്നെ പറ്റി ഞാൻ നല്ല വാക്ക് പറയേണ്ട കാര്യം എന്താ? ഉത്തമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ. ഭാര്യയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയുണ്ടാക്കി കൊടുത്ത് വില്ലേജ് ഓഫീസർ മാതൃകാ ഭർത്താവാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആണ്ടിലൊരിക്കലെങ്കിലും ഇമാതിരി ഒരു നല്ല കാര്യം ചെയ്യാൻ മോഹനകൃഷ്ണന് മനസ്സുണ്ടാവട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിട. കാര്യം നിസാരം തുടരുന്നു.